തിരുവനന്തപുരം കന്യാകുളങ്ങര സ്വദേശിനിയാണ് രാധമ്മ. അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും യേശുവിനെ അറിഞ്ഞ അനുഭവം, എളിയവരുടെ നിലവിളിക്ക് തുറക്കുന്ന ദൈവത്തിൻ്റെ കാതുകൾ, കണ്ണീർ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയ ആത്മീകാനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് രാധമ്മ. ഞാൻ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇത്രത്തോളം എത്തിച്ചേർത്തത് എൻ്റെ സർവശക്തനായ യേശു മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ഒരു ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റ് എന്നുള്ള ഒരു സ്കൂളിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. എൻ്റെ പഠനമൊക്കെ അവിടെ കേറ്റീസത്തിനൊക്കെ പോയി യേശുവിനെ ഞാൻ അറിയുവാനിടയായി. ഞാൻ ഹൈന്ദവ ജീവിതത്തിൽ തന്നെ ജീവിച്ച് വളരെയധികം പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോയി. വിവാഹമൊക്കെ കഴിഞ്ഞു. ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ്റെ കൂടി എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു. 2 കുഞ്ഞുങ്ങളുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചിട്ട് വേറൊരു കല്യാണം നടത്തി അങ്ങനെ പോയി പിരിയുവാനിടയായി. ജോലിയൊക്കെ നഷ്ടപ്പെടുത്തി വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചു. അതിനുശേഷം എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി നോക്കി, അവരെ സംരക്ഷിച്ചു. അവർ വളർന്ന് വലുതായി. അവർ വിവാഹമൊക്കെ കഴിച്ചു. 2 പേരും കടന്നു പോയി. അവർ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട വിവാഹമായിരുന്നു. അവരുടേതായ സ്വന്തം ഇഷ്ടത്തോടുകൂടി അവരങ്ങ് ജീവിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ആരുമില്ലാത്ത ഒരവസ്ഥയിലായി. എനിക്ക് ജനിച്ചപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ 2 വാൽവ് ചുരുങ്ങിപ്പോയ അവസ്ഥയായിരുന്നു. ഡെലിവറി സമയത്താണ് ഈ വാൽവിൻ്റെതായ പ്രയാസം അവരറിഞ്ഞത്. ഭയങ്കരമായ പ്രയാസത്തിലൂടെയാണ് ഡെലിവറിയൊക്കെ നടന്നത്. എന്നാലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വളരെ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എൻ്റെ മോൻ തോളിലിട്ടുകൊണ്ട് പോയി. അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ ട്രിപ്പും കഴിഞ്ഞ് രാവിലെ മടങ്ങുന്ന പതിവായിരുന്നു. ഇതൊന്നും ഞാൻ കണക്കിലെടുത്തില്ല. അവസാനം പിന്നെ ഞാൻ ഹോം നേഴ്സിൻ്റെ ജോലിക്കായിട്ട് സ്വന്തമായിട്ട് ട്രെയിനിങ്ങിന് പോയി. ഹോം നേഴ്സിന് കിടപ്പ് രോഗികൾ നടക്കുന്നവരെയും എല്ലാം ഡെലിവറിയും എല്ലാം നോക്കാനായിട്ട് അത് പഠിച്ചു. അതിനുവേണ്ടി ഇറങ്ങി ഒത്തിരി കാലം ആ ജോലിയെല്ലാം ചെയ്ത് ജീവിച്ചു പോരുകയെ ആയിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു രക്തസ്രാവം ഉണ്ടായി. ഈ രക്തസ്രാവം 16 ദിവസം നീണ്ടു നിന്ന് കഴിഞ്ഞപ്പോൾ DDRC ഒരു ഡോക്ടറുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ എത്രയും പെട്ടെന്ന് പോകണം, ജ്യേഷ്ഠത്തെ അവിടെ അഡ്മിറ്റ് ചെയ്ത് സർജറി ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, ഞാനെല്ലാം ഹെൽപ്പിങ് ചെയ്തോളാം എന്ന് പറഞ്ഞ് 100 രൂപയും തന്ന് വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിടിച്ച് കിടത്തി സർജറിക്ക് എല്ലാ ഒരുക്കങ്ങളൊക്കെ ആക്കി. പിറ്റേന്ന് സർജറി. ഞാൻ പറഞ്ഞു പറ്റുകയില്ല, എൻ്റെ മക്കളൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ജോലിക്ക് വന്നതാണ്, എനിക്ക് പറ്റുകയില്ല, ഞാൻ നാളെ ഇവിടെ വന്ന് ഈ സമയത്ത് ഇവിടെ വന്ന് കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറുമായിട്ട് പുറത്തിറങ്ങി. ആരും അറിഞ്ഞില്ല ഞാൻ കടയിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി. ആ പേപ്പറെല്ലാം റോഡിൽ വലിച്ചു കീറി എല്ലാം കളഞ്ഞു കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് ഞാൻ പോയി. ഞാൻ തീരുമാനമെടുത്തു, ഒരു യേശു ഉണ്ടെന്ന് അറിയാമല്ലോ, 12 സംവത്സരം രക്തസ്രാവത്തിലായത് യേശുവിൻ്റെ തൊങ്ങലിലൊന്നും ഒട്ടപ്പോൾ സൗഖ്യം കിട്ടിയ ആ യേശു എനിക്കൊന്ന് കണ്ടുമുട്ടണമെന്ന് മനസ്സിലങ്ങ് തോന്നിയിട്ട് ഞാൻ കൊഞ്ചറയിൽ നിന്ന് നടന്ന് പോയി. ആരും കാണാതെ പോകണം, രഹസ്യമായിരിക്കുകയും വേണമെന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി പോയി ചെന്ന് ചേർന്നത് ചർച്ച് ഒരു ചെറിയ ചർച്ചിലാണ്. അവിടെ ഒരു നായർ സമുദായത്തിലുള്ള വിജയൻ പാസ്റ്റർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുഞ്ഞു സഭയാണ്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെയാണ്, ബ്ലീഡിങ് ആണ്, എനിക്കൊന്ന് താക്കോൽ തരണം, പള്ളി ഒന്ന് തുറക്കണമെന്ന് പറഞ്ഞു. ഞാൻ തന്നെത്താനെ തുറന്നു, മുഴങ്കാലിലിരുന്നു പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഈ സ്പോട്ടിൽ സൗഖ്യം തരണം, ഞാൻ മരിക്കാൻ ഒന്നുകിൽ എനിക്ക് സൗഖ്യം തന്ന് എന്നെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കണം, ഇല്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കണം. ഈ 2 കാര്യമേ ഞാൻ തമ്പുരാനോട് പറഞ്ഞുള്ളൂ. ആ സ്പോട്ടിൽ എനിക്ക് സൗഖ്യം കിട്ടി. പിന്നെ ഞാനത് ഇന്നുവരെയും കണ്ടിട്ടേ ഇല്ല. ദൈവം ഭയങ്കര അത്ഭുതം അങ്ങ് ചെയ്തു. ആ സ്നേഹം അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ കൈവിടാതെ സൂക്ഷിക്കുന്നു. എല്ലാവർക്കും അതിശയകരമായി, അത്ഭുതകരമായി. അപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷനും ചെയ്യണം, യൂട്രസിൻ്റെ ഓപ്പറേഷനും ചെയ്യണം. 2 ഓപ്പറേഷനും ചെയ്തു പോയി കഴിഞ്ഞാൽ അന്ന് എൻ്റെ വീട് കൊടുത്തു കഴിഞ്ഞ് ഒരു 75,000 രൂപ കിട്ടുമായിരുന്നു, 4 സെൻറ്റ് സ്ഥലവും ഭൂമിയും.
അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ആശുപത്രിയിൽ നിന്ന് വന്ന് കിടക്കാൻ ഇടമില്ല എന്നുള്ളൊരു വിഷമം വിചാരിച്ചിട്ടും അതും നടന്നില്ല. 2 വർഷം വരെ ആക്കി കഴിഞ്ഞു. പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയില്ല. എല്ലാവരുടെയും നോക്കി ഇങ്ങനെ ഇരിക്കും. ബൈബിൾ നോക്കാൻ എനിക്കറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഭഗവത്ഗീതയും രാമായണവും ഒക്കെ ആയിട്ട് വായിച്ച് പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അതിന് ശേഷം എനിക്ക് ഓപ്പറേഷൻ, ഞാൻ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിനൊന്നും പോകാതെ ഇപ്പോൾ ഒരു 21 വർഷമായി ഞാൻ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതായിട്ട് മെഡിസിൻ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. മെസറ്റോൾ എന്ന് പറയുന്ന ഒരു ഹാഫ് ഗുളിക രാത്രി കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുക്കുകയില്ല, അബോധാവസ്ഥയിലായിരിക്കും, ജോലിക്ക് പോകാൻ പറ്റുകയില്ല, എനിക്ക് ജോലി തരൂലെന്ന് പറഞ്ഞു. അങ്ങനെ വളരെയധികം ത്യാഗം അനുഭവിച്ചു. എല്ലാം തീർന്നു കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ നാട്ടിൽ പരസ്യമായി ക്രിസ്ത്യാനിയായി പള്ളിയിലാണ് പോകുന്നതെന്ന്. അപ്പോഴും മക്കളും 2 പേരും തോന്നിവാസമായിട്ട് അവരും പോയി. എൻ്റെ ജീവിതം വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലെത്തി. ഞാൻ 5 വർഷം വരെ ആ പള്ളിയിൽ പോയതിന് ശേഷം പിന്നെ കന്യാകുളങ്ങര AG അസംബ്ലീസ് ബോർഡെന്ന് പറഞ്ഞ കുഞ്ഞുമോൻ പാഷയുടെ ഇപ്പോൾ കുഞ്ഞുമോൻ പാഷ, നേരത്തെ ഇരുന്നത് അതിന് മുമ്പും കുഞ്ഞുമോൻ പാഷയിൽ ഇരുന്നു. 2 വർഷം ഇരുന്നിട്ട് പോയി. ഒരു റോബർട്ട് ബ്രൂസ് പാസ്റ്റർ വന്നു, 10 വർഷം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇദ്ദേഹം വന്നിട്ട് 4-5 വർഷമായി. അപ്പോൾ അങ്ങനെ ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകും. ഒരു ആരാധനയും ഞാൻ മുടക്കുകയില്ല. അത് ദൈവത്തോട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും എത്ര പനി വന്നു കഴിഞ്ഞാലും ഞാൻ ആരാധനയ്ക്ക് നടന്നു പോകും. അന്ന് തൊട്ട് ഇന്ന് വരെ 74-ാമത്തെ വയസ്സാണ്. എൻ്റെ ദൈവം, വലിയവനായ ദൈവം, അത്ഭുതം വീര്യപ്രവൃത്തികളാൽ എന്നെ ഓരോ ദിനവും വാർദ്ധക്യത്തിൽ എന്നെ നിർത്തുന്ന കൃപയെ ഓർത്താൽ എത്ര തുതിച്ചാലും നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ലോകത്തിൽ ലോകക്കാർ വെറുത്താലും നാട്ടുകാർ വെറുത്താലും മക്കൾ വെറുത്ത് കഴിഞ്ഞാലും വെറുക്കാത്ത ഒരുവൻ, മാറാത്ത ഒരുവൻ, വാക്കു മാറാത്തവൻ തമ്പുരാൻ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇന്നും ഉള്ളൂ. എല്ലാ ആവശ്യങ്ങളും, എനിക്ക് പനി വരാറുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ പ്രയാസമാണ്. ഇപ്പോഴും എനിക്ക് പ്രയാസങ്ങളുണ്ട്. വെയിറ്റ് എടുത്താൽ നീര് വരും, ശരീരം തളർച്ചയുണ്ട്, ക്ഷീണമുണ്ട്, ഭക്ഷണമൊന്നും വേണ്ട, ഭയങ്കര പ്രയാസമായി. എന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ പ്രയറിൽ എനിക്ക് ഭയങ്കര, എവിടെ പ്രയർ ആണെങ്കിലും ഞാൻ അവിടെ എൻ്റെ പാസ്റ്റർ കാറിൽ കൊണ്ടുപോകും. പ്രയർ മീറ്റിങ്ങിന് കഴിയും, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിടും. ഇത്ര വലിയ ദൈവത്തെ കണ്ടുമുട്ടുവാനും സ്നേഹിപ്പാനും രുചിച്ചറിയുവാനും ജീവിപ്പാനും തക്കവണ്ണം എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം കരുതുന്ന ദൈവത്തെ എത്ര തുതിച്ചാലും മതി വരികയില്ല, നന്ദി പറഞ്ഞാലും മതി വരികയില്ല. എനിക്ക് 2 ആൺമക്കളുണ്ട്. അവർക്ക് 2 ആൺമക്കളുണ്ട്. എനിക്ക് 4 ചെറുമക്കളുണ്ട്. എനിക്ക് ഉടുത്തരുന്ന വസ്ത്രം, ഒരു സാരി മാറ്റി ഉടുക്കാൻ ഇല്ലാത്ത അവസ്ഥയും കിടക്കാനില്ലാത്ത അവസ്ഥയും വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്ന് ഞാനിങ്ങനെ പോയി കൊണ്ടിരുന്നു. എന്നാലും എൻ്റെ ജീവിതത്തെ എൻ്റെ ദേശം മാറ്റിമറിച്ചു. എൻ്റെ മൂത്ത മകൻ നല്ല 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു ഉന്നത വ്യക്തി, മാനേജരായിട്ടൊന്ന് കഴിയുന്നു. നല്ല പൊസിഷനിലാണ് അവൻ വക്കത്ത് താമസിക്കുന്നത്. ഇളയ 2ാമത്തെ മകൻ കോസ്മേഡ് പട്ടത്ത് അവനും താമസിക്കുന്നു. മൂത്ത മകന് 2 കുട്ടികളുണ്ട്, ആൺകുട്ടികൾ. 27ഉം 25ഉം വയസ്സായി 2 ആൺകുട്ടികളുണ്ട്. എൻ്റെ 4 ചെറുമക്കളും സെൻറ്റ് മേരീസ് സ്കൂളിൽ തന്നെ പഠിച്ചു വളർന്നു. ഒരു ക്ലാസ്സും തോക്കാതെ കോളേജ് വിദ്യാഭ്യാസങ്ങളെല്ലാം ചേർത്ത് ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് 4 പേരും ഉന്നത നിലയിൽ വിദ്യാഭ്യാസത്തിൽ അവർ ഉയർത്തുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിട്ട വ്യക്തി, അചഞ്ചലമായ വിശ്വാസത്തിനുടമ, വിശ്വാസവീര്യം ചോരാതെ പ്രായം തളർത്താത്ത ശരീരവുമായി ക്രിസ്തീയ ശുശ്രൂഷകളിൽ സജീവമാണ് രാധമ്മ. ഓരോ എക്സാമിനും ഞാൻ ഉപവസിക്കും, സഭയുമായിട്ട് പ്രാർത്ഥിക്കും. പാഠം ഭയങ്കരമായിട്ട്
ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം റിസൾട്ട് വരുമ്പോൾ അത്ഭുതകരമായി എൻ്റെ MA BEd ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാകുവാനിടയായി. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ യഹോവയാൽ സംഭവിച്ചു. ഞാനിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവെ പരീക്ഷ എഴുതുമ്പോൾ അങ്ങയുടെ കരം അവൻ്റെ കരത്തിന് തൊട്ട് പേപ്പറിൽ എഴുതുന്ന പരീക്ഷാ പേപ്പർ നോക്കുന്ന വ്യക്തിയും ഇതിലൂടെ അങ്ങ് ഇരുന്ന് മാർക്കിടാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ ദൈവം, അത്ഭുതവാനായ ദൈവം എല്ലാ കാര്യങ്ങളും ഇന്നേ ഈ നിമിഷം വരെ ചെയ്തു തന്നു. അതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. SSLC ഫെയിലായ എൻ്റെ മകൻ കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട്. കൊറോണ സമയത്തൊന്നും ഞാൻ പോയില്ല ആലയത്തിൽ. എങ്കിലും ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് സർവശക്തൻ എല്ലാ കാര്യങ്ങളും എന്നെ വെളിപ്പെടുത്താറുണ്ട്, എന്നോട് സംസാരിക്കും. കൊറോണ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് ഒരു കല്ലിൽ തട്ടി, നഖ ചോര വലുതായിട്ട് വന്നു, പഴുത്തു. മഴ സമയത്ത് പോയി ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ കിട്ടി വെച്ച് അവസാനം തന്നെത്താനെ ഞാൻ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തു. അവസാനം ഡോക്ടർ പറഞ്ഞു വിരൽ മുറിക്കണം അമ്മച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിരൽ മുറിക്കേണ്ട വരില്ല, ഞാൻ ഡ്രസ്സിങ് ചെയ്തോളാമെന്ന് പറഞ്ഞു. ഡ്രസ്സിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ രാവിലെ ആകുമ്പോൾ ബെഡ് മുഴുക്ക ബ്ലഡാണ്. ഞാൻ രാത്രിയിൽ കാലിൽ വിരൽ വെച്ചിട്ട് പൊത്തി വെച്ചിട്ട് പറഞ്ഞു, അപ്പച്ചാ ആരുമില്ല, വിരൽ മുറിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഉണങ്ങി കരിഞ്ഞിരിക്കണം, ഇനി മുറിക്കാനൊന്നും അനുവദിക്കുകയല്ല, ഞാൻ ഹോസ്പിറ്റലിലും പോകില്ലൊന്നും. രാത്രി വിരലൊന്ന് തൊട്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൻ എൻ്റെ കാല് തൊട്ടിട്ട് കാലത്തെ ആയി കഴിഞ്ഞപ്പോൾ വിരലിൽ സാധാരണ വിരളാണ്, ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അത്ഭുതകരമായി ഞാൻ പള്ളിയിൽ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററേ എൻ്റെ കാല് സൗഖ്യമായി പാസ്റ്ററേ, അതിശയമായി. എൻ്റെ ദൈവം അങ്ങനെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതം ചെയ്തു. അതുപോലെ എൻ്റെ ഇളയ മകൻ SSLC ഫെയിലായ മകന് എന്നോട് കർത്താവ് പറഞ്ഞു, നിൻ്റെ മകന് ഒരു ഉപജീവനത്തിൻ്റെ മാർഗം വഴി ഞാൻ തുറക്കാൻ പോവുകയാണ്. അപ്പനോട് തിരിച്ച് ചോദിച്ചു, എങ്ങനെ അപ്പ 10ാം ക്ലാസ് തോറ്റവന് ഒരു വഴി തുറക്കുന്നത്? അത് നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, നീ പറഞ്ഞത് കേട്ടാൽ അനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. എംപ്ലോയ്മെൻറ്റിലെ കാർഡ് അവനോട് എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 16 വർഷം ലാപ്സായി അമ്മ, ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു 16 വർഷം ലാപ്സായ കാർഡിന് കൊണ്ടുപോയി തപാലിൽ കയറ്റി, കമ്പ്യൂട്ടറിൽ കയറ്റി, ലേബറിൽ പോയി, ഞാനും കൂടെയൊക്കെ പോയി. അതൊക്കെ കാരണങ്ങളെല്ലാം എല്ലാം ക്രമീകരിച്ചിട്ട് വീണ്ടും ഞാൻ അതെല്ലാം കളഞ്ഞു. ഇനി ജോലിയൊന്നും കിട്ടുകയില്ല. അവനിന്ന് ജോലി കിട്ടിയിട്ട് 5 വർഷം കഴിഞ്ഞു. ഇന്ന് കോർപ്പറേഷനിൽ രാഷ്ട്രീയ ഗ്രേഡ് വേഷനൊക്കെ കിട്ടിയെങ്കിൽ എൻ്റെ ദൈവം അത്ഭുതവാനാണ്. അതുപോലെ SSLC ഫെയിൽ മക്കളെല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ അവർ അച്ഛനെ കളിയാക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയും ഒക്കെ തോറ്റവരല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പം അവൻ പറഞ്ഞു, അമ്മ എനിക്ക് SSLC പരീക്ഷ എഴുതണം. അവൻ SSLC ഞായറാഴ്ചയാകുമ്പോൾ ഗവൺമെൻറ് എന്നെ ഇപ്പോൾ പഠിപ്പിക്കുന്ന മെഡിക്കൽ കോളേജിൽ അവിടെ പോയി പഠിക്കാനിടയായി. ഈ വർഷം അവർ 36 പേര് ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അതിൽ 7 പേര് ജയിക്കാനിടയായി. അതിൽ ഫസ്റ്റ് ക്ലാസ് അതോടുകൂടി എൻ്റെ മകൻ പാസ്സായി. ഇപ്പോൾ +1 അഡ്മിഷൻ കിട്ടി. അവൻ ഞായറാഴ്ച മെഡിക്കൽ കോളേജിൽ വീണ്ടും പഠനത്തിന് പോകുന്നു. ഇനി അവന് +1ഉം 2ഉം കഴിഞ്ഞ് അവന് LLB പഠിക്കണമെന്നാണ് ആഗ്രഹം. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തനാക്കുന്ന ദൈവം. ഞാൻ എന്ത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതുപോലെ എൻ്റെ അപ്പച്ചൻ ഇന്ന് വരെ നടത്തി തന്നുകൊണ്ടിരിക്കുന്നു. അത്ഭുതകരമായി അതിശയകരമായി ദൈവം ഓരോ കാക്കുന്ന വിധം കരുതുന്ന വിധങ്ങളെയൊക്കെ ഓർത്താൽ നന്ദിയല്ലാതെ ഒന്നുമേ ഇല്ല. ദൈവം മുമ്പാകെ കരഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്ന പ്രാർത്ഥന എല്ലാം കേൾക്കും. ഞങ്ങൾ കരം കോർത്തെടുത്ത് പ്രാർത്ഥിക്കും. അതുപോലെ ഞങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭ. ഞങ്ങളുടെ ദൈവദാസനം ദൈവത്തെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് ഭയഭക്തിയുണ്ട്. ഒരു ആക്സിഡൻറ്റ് മൂലം
ആക്സിഡൻറ്റിൽ അദ്ദേഹം റോഡിൽ തെറിച്ച് വീണു. ആരുമില്ലായിരുന്നു. ബോധരഹിതനായി ICUവിൽ 7 ദിവസമൊക്കെ കിടക്കാനിടയായി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം തിരിച്ചു. അത് ദേഹമാസകലം ഒത്തിരി മുറിവായി. കന്യാകുളങ്ങര ഹോസ്പിറ്റലിൽ വച്ചും കെട്ടിയും ഒക്കെ കിടന്നു. നല്ല ആരോഗ്യവാനായി. ഞങ്ങൾ വിചാരിച്ചു തീർന്നു പോകുമെന്നോ. തീർന്നില്ല. ദൈവം നല്ല ചൊടിയോടുകൂടി ആരോഗ്യവാനായി തന്നെ തിരിച്ച് ഞങ്ങൾക്ക് മടങ്ങിത്തന്നു. അതിനുശേഷം വീണ്ടും വളരെ എനിക്ക് രോഗിയായി മാറി, നടക്കാൻ കഴിയാതെയൊക്കെ ആയി. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി നശിച്ചു, ക്രിയാറ്റിൻ കൂടി, ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു, നടക്കാൻ കഴിയാത്ത വളരെ പ്രയാസത്തിലൂടെയായി. ഞങ്ങളും ഉച്ചയാകുമ്പോൾ വെള്ളിയാഴ്ച പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കും വിഷയത്തിന്. കണ്ണിൻ്റെ കാഴ്ചശക്തി ഇല്ലാതെ പുറകിലിരിക്കുന്ന ആരെയും കാണാൻ പറ്റുകയില്ല. ആ അവസ്ഥയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ്. ഏതു നേരം വേദനയാണ്. പാസ്റ്ററെക്കുറിച്ച് അവസാനം പ്രാർത്ഥിച്ചു. കണ്ണിൻ്റെ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചു. അവിടെയൊക്കെ തടസ്സങ്ങൾ നേരിട്ടു. ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം വീണ്ടും ക്രിയാറ്റിൻ കൂടി ചെയ്യാൻ പറ്റാതെയായി. അതിനുശേഷം വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ക്രിയാറ്റിൻ കൂടി. PRS ഹോസ്പിറ്റലിൽ 2 ദിവസം കടന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ടു. പ്രാർത്ഥിച്ചു വന്നു. രണ്ടാമത്തെ കണ്ണും ഓപ്പറേഷൻ ചെയ്തു. പൂർണ്ണ കാഴ്ചശക്തി കിട്ടി. ഇപ്പം എന്താ പുള്ളി വാഹനം ഒറ്റയ്ക്ക് ഓടിക്കൊണ്ട് പോകുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം തന്നെ എന്ന് പറയാം. യേശു വലിയവൻ. യേശുവിനെ കണ്ടുമുട്ടിയവർ ഭാഗ്യവാനാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും യേശുവിനെ നേടിയില്ലെങ്കിൽ അവൻ്റെ ജീവിതം കഷ്ടമാണ്, ദുഃഖവും അത്രേ. എൻ്റെ ദൈവം അത്ര വലിയവൻ, ജീവനുള്ളവൻ, സത്യദൈവമാണ്. അനാഥകർക്കും വിധവകൾക്കും അഭയസ്ഥാനമായിരിക്കുന്ന ദൈവം, എപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. എവിടെ ഇരുന്ന് ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു, ഈ സ്പോട്ടിൽ ഇരിക്കുന്നു, യേശു അവിടെ ഇരുന്ന് എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കളവായി എനിക്കൊന്നും പറയുവാനില്ല. എനിക്ക് മിടുക്കോ കഴിവോ യോഗ്യതയോ ഒന്നും തിരുമുമ്പിൽ പറയുവാനില്ല. എല്ലാം യേശു മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നേതുവരെ താങ്ങും തണലുമായിരിക്കുന്നത്. ഞാൻ ഉപവാസം പ്രാർത്ഥനയായി ഹോസ്പിറ്റലിൽ എനിക്ക് രോഗശാന്തി ശുശ്രൂഷയുടെ വരം ലഭിച്ചിട്ട് വർഷങ്ങളായി. ഞാനത് പ്രയോജനപ്പെടുത്താതെ നടക്കുകയാണ്. ഞാൻ നാട്ടിലെ അനേകം പേർക്ക് എൻ്റെ ദേശത്ത് പരിഹാസത്തിൻ്റെ മതിയായിരുന്നുവെങ്കിൽ ഇപ്പോഴെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെ അനേകം പേർക്ക് പ്രാർത്ഥിച്ചു, അവർക്കൊക്കെ സൗഖ്യം കിട്ടി. പിന്നെ വീഴ്ചയെന്ന് പറഞ്ഞാൽ ഞാൻ കുന്നിൻ്റെ മണ്ടയിലാണ് താമസിക്കുന്നത്. ഒരു 36 വർഷത്തിനിടയെ ഒരു എത്ര പ്രാവശ്യം വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കും കയ്യൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ വീണ് നടയിൽ വീണു. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും അല്ലാതെ കടയിൽ പോകാൻ നേരത്ത് വീണു. ഈ ഇടതുവാഹ ഇടിച്ചു. ഞാൻ അവിടെ സക്കായിരുന്നു. വേദന സഹിക്കാമേ. ഞാൻ വിചാരിച്ച് നട്ടെല്ല് പൊട്ടിയെന്ന്. ഓയിൻമെൻ്റൊക്കെ ഇട്ടു. എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് പ്രേയർ ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എവിടെ വേദനയാണെന്ന് അറിഞ്ഞില്ല. എൻ്റെ മുതുകിൻ്റെ വേദന. ഞാൻ വിചാരിച്ചു ഇനി ആരോ കോളേജിൽ പോയി കിടക്കേണ്ടി വരുമോ, നട്ടെല്ല് പൊട്ടിയോ എന്നൊക്കെ വിചാരിച്ചു. എൻ്റെ ദൈവം അത്ഭുതകരമായി ഇപ്പോൾ എനിക്ക് വേദനയില്ല, എവിടെയാണെന്ന് പോലും അറിയില്ല. നടക്കാനൊക്കെ പറ്റും. എനിക്ക് നല്ല ഒരു വൈദ്യനുണ്ട്, ഡോക്ടറായ നല്ലൊരു വൈദ്യന് ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ. എൻ്റെ ഡോക്ടറോടെ ചെന്ന് കാണും, ട്രീറ്റ്മെൻറ്റ് ചെയ്യും വീട്ടിൽ പോലും. ഇന്ന് വരെ എനിക്ക് അങ്ങനെയാണ്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കൊക്കെ രോഗികൾക്ക് ആശ്വാസമാകും. ഈ തീരെ ഇല്ലെങ്കിൽ എണ്ണ പ്രാർത്ഥിച്ച് ഞാൻ ഇടും, പുരട്ടും, അപ്പം സൗഖ്യമാണ്. അങ്ങനെ ദൈവം എന്നെ ഓരോ നിമിഷവും എന്നെ കാത്തു സൂക്ഷിക്കുന്നു. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ഹൃദയപരമാർത്ഥികൾക്ക് യഹോവ സമീപസ്ഥൻ. എൻ്റെ ദൈവം ഹൃദയപരമാർത്ഥികൾക്ക് സമീപസ്ഥനാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ എനിക്ക് പറയുവാനിടയായി. ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ഈ സത്യദൈവത്തെ, ഈ ജീവനുള്ള ദൈവത്തിലൂടെ വിശ്വസിച്ച് പാപത്തെയെല്ലാം വെറുത്ത് ലോകത്തെയും വെറുത്ത് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുമെങ്കിൽ യുഗായുഗം
പ്രത്യാശയോടുകൂടി തന്നെ ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ കഴിയും. നമ്മൾ ഈ ലോകത്തിലെ ആരുമല്ല. അന്യരും പരദേശിയായ നമ്മൾക്ക് ഒരു ദിനം പ്രത്യാശയോടുകൂടി ആ സ്വർഗീയ ഭവനത്തിൽ നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവമക്കളായിരിക്കുന്ന ഓരോരുത്തരും ഈ ഞാൻ പറഞ്ഞതായ ഈ സാക്ഷ്യത്തിലൂടെ കേട്ട് ദൈവത്തിൽ കൂടുതൽ പറ്റിച്ചേർന്ന് ജീവിപ്പാൻ തക്കണം ഇടവരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു.